വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോ ഹബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 സുവോളജി ചാപ്റ്റർ 6 ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അപ്പോൾ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ഫ്രം അറ്റ്മോസ്ഫിയർ വിത്ത് CO2 പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെൽ ഈസ് കോൾഡ് ബ്രീത്തിങ്. അല്ലെങ്കിൽ നമ്മളതിനെ റെസ്പിറേഷൻ, കോമൺലി നോൺ ആസ് റെസ്പിറേഷൻ എന്ന് പറയും. ഇപ്പോൾ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നു, ടിഷ്യൂസിലുള്ള കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു. ആ ഒരു പ്രോസസ്സാണ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ. Respiration, the process of oxidation of food material which occur in the living cell of an organism is called respiration. For respiratory organs നോക്കുക, the respiratory organs and mechanism of breathing are varied among different group of animals. ഓരോ അനിമൽസിലും റെസ്പിറേറ്ററി ഓർഗൻസും അവരുടെ ബ്രീത്തിങ് മെക്കാനിസം ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഒന്നാമത്തെ കേസ് നോക്കുക, എൻറ്റയർ ബോഡി സർഫസ്, അതായത് ചിലവർക്ക് സ്കിൻ ആയിരിക്കും. ഇൻ ലോവർ ഇൻവേർട്ടിബ്രേറ്റ് എക്സ്ചേഞ്ച് ഓഫ് O2 വിത്ത് CO2 ടേക്ക് പ്ലേസ് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ ത്രൂ ദ മോസ്റ്റ് ബോഡി സർഫസ്. അതായത് ലോവർ ഇൻവേർട്ടിബ്രേറ്റ്സിൻ്റെ കേസിൽ എന്താണ്, ഓക്സിജനും കാർബൺ ഡയോക്സൈഡും തമ്മിൽ എക്സ്ചേഞ്ച് നടക്കുന്നത് ഒരു സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ്. ഇപ്പോൾ ഏതൊക്കെ കേസിലാണ്? എക്സാമ്പിൾ സ്പോഞ്ചസ്, സീലൻഡ്രേറ്റ്, ഫ്ലാറ്റ് വോംസ്, ഇവരുടെ കേസിലൊക്കെ എന്താണ്, സ്കിൻ വഴിയാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത്. എർത്ത് വോം റെസ്പയർ ത്രൂ ദെയർ മോയിസ്റ്റ് ക്യൂട്ടിക്കിൾ. എർത്ത് വോംസിനാണെങ്കിൽ ക്യൂട്ടിക്കിൾ ഉണ്ട്, ഫ്രോഗിന് അവരുടെ മോയിസ്റ്റ് സ്കിൻ ഉണ്ട്. ഓക്കെ, ഇനി ഗിൽസ്, രണ്ടാമത്തെ കേസാണ് ഗിൽസ്. സം ഓർഗാനിസം ഹാവ് സ്പെഷ്യൽ വാസ്കുലറൈസ്ഡ് റെസ്പിറേറ്ററി ഓർഗൻസ് കോൾഡ് ഗിൽസ്. ചില ഓർഗാനിസത്തിന് എന്തുണ്ട്, ഗിൽസ് ഉണ്ട്. അതായത് ഫിഷസിന്റെ കേസ്, അക്വാട്ടിക് ആർത്രോപോഡ്, മോലൂസ്ക്, ഇവർക്കൊക്കെ ഗിൽസ് ആണ് ഉള്ളത്. ഇനി ട്രക്കിയെ, സം ഓർഗാനിസം ഹാവ് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ് കോൾഡ് ട്രക്കിയെ. ചില ഓർഗാനിസത്തിന് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്സ് ഉണ്ട്, അതിനെയാണ് ട്രക്കിയെ എന്ന് പറയുന്നത്. അതുവഴിയാണ് ഓക്സിജനും കാർബൺ ഡയോക്സൈഡും എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ട്രക്കിയൊക്കെ വരുന്നത് മെയിനായിട്ട് ഇൻസെക്റ്റിന്റെ കേസിലാണ്. ഇനി ലങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെറസ്ട്രിയൽ ഓർഗാനിസം ഹാവ് വാസ്കുലറൈസ്ഡ് ബാഗ് കോൾഡ് ലങ്സ്. ടെറസ്ട്രിയൽ ഓർഗാനിസത്തിന് ലങ്സ് ഉണ്ട്, ആ ലങ്സിലാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടക്കുന്നത്. അപ്പോൾ ലങ്സ് ഉള്ളത് ആർക്കൊക്കെയാണ്? ബേർഡ്സിനുണ്ട്, മാമൽസ്, റെപ്റ്റൈൽസ്, ഇതിനൊക്കെ ലങ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. Human respiratory system consists of external nostril, nasal cavity, nasopharynx, larynx, trachea, bronchi and bronchioles. അപ്പോൾ നമ്മളുടെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ നോസ്ട്രിൽസ്, പിന്നെ നേസൽ ക്യാവിറ്റി, അത് കഴിഞ്ഞ് നാസോഫാരിങ്സ്, പിന്നെ അത് കഴിഞ്ഞ് ലാരിങ്സ്, പിന്നെ ട്രക്കിയ, ബ്രോങ്കി, ബ്രോങ്കിയോൾസ്, ഇങ്ങനെയാണ് ഉള്ളത്. നേസൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ഹോളോ സ്ട്രക്ചർ പാർട്ടീഷൻഡ് ഇൻടു 2 നേസൽ ചേംബർ ബൈ നേസൽ സെപ്റ്റം. നേസൽ സെപ്റ്റം വഴി 2 ചേംബേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മളുടെ നേസൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ദ നേസൽ ക്യാവിറ്റി ഓപ്പൺ ഔട്ട്സൈഡ് ത്രൂ എക്സ്റ്റേണൽ നോസ്ട്രിൽസ്, അതായത് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ നോസ്ട്രിൽസ് വഴിയാണ് നേസൽ ക്യാവിറ്റിയിലേക്ക് എത്തുന്നത്. നേസൽ ക്യാവിറ്റി എത്തിക്കഴിഞ്ഞാൽ അത് നേസോഫാരിങ്സിലേക്ക് പോകും. നേസോഫാരിങ്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ലാരിങ്സിലേക്കാണ് ത്രൂ ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസ് വഴി ലാരിങ്സിലേക്ക്. അപ്പോൾ എങ്ങനെയാണ്? ഏറ്റവും പുറത്ത് എക്സ്റ്റേണൽ നോസ്ട്രിൽസ്, എക്സ്റ്റേണൽ നോസ്ട്രിൽസ് കഴിഞ്ഞിട്ട് എന്തുണ്ട്? നേസൽ ക്യാവിറ്റി ഉണ്ട്. നേസൽ ക്യാവിറ്റിയിൽ നിന്ന് നേസോഫാരിങ്സ്, നേസോഫാരിങ്സിൽ നിന്ന് ലാരിങ്സ് ത്രൂ ഗ്ലോട്ടിസ്. ലാരിങ്സിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ട്രക്കിയ. ഈ രീതിയിലാണ് പോകുന്നത്. ഇനി നേസോഫാരിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ഫാരിങ്സ് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ നേസൽ ക്യാവിറ്റി. അപ്പോൾ നേസൽ ക്യാവിറ്റി കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് നേസോഫാരിങ്സ് എന്ന് പറയുന്നത്. ഫാരിങ്സ് എന്ന് പറയുന്നത് ത്രോട്ടാണ്. ഇറ്റ് ഈസ് എ ഷോർട്ട് ട്യൂബ് ഫോർ ഫുഡും എയറും ഉള്ള ഒരു ചെറിയൊരു ഷോർട്ട് ട്യൂബാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് അപ്പർ പാർട്ട് ഈസ് നാസോഫാരിങ്സ്. അപ്പോൾ ഫാരിങ്സിന്റെ അപ്പർ ഭാഗത്തിന് നേസോഫാരിങ്സ് എന്ന് പറയും. ലോവർ ഭാഗത്തിന് ലാരിഞ്ചിയോ ഫാരിങ്സ് എന്ന് പറയും. ലാരിഞ്ചിയോ ഫാരിങ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ട്രക്കിയയിലേക്ക്, അതായത് വിൻഡ് പൈപ്പിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്? നേസൽ ക്യാവിറ്റി ഉണ്ട്. നേസൽ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നേസൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ നോസ്ട്രിൽസിൽ നിന്ന് നേസൽ ക്യാവിറ്റിയിലേക്കാണ്. നേസൽ ക്യാവിറ്റിനെ ഒരു നേസൽ സെപ്റ്റം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സെപ്റ്റം ഉള്ളത് കൊണ്ട് 2 നേസൽ ചേംബേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നേസൽ ക്യാവിറ്റിയിൽ നിന്ന് നേസോഫാരിങ്സ്, നേസോഫാരിങ്സിൽ നിന്ന് ലാരിങ്സിലേക്ക്, അത് ഗ്ലോട്ടിസ് വഴിയാണ് പോകുന്നത്. ലാരിങ്സിൽ നിന്ന് നേരെ ട്രക്കിയയിലേക്ക്. ഓക്കെ, അപ്പോൾ നാസോഫാരിങ്സ് എന്ന് പറഞ്ഞാൽ നേസൽ ക്യാവിറ്റി തൊട്ട് അടുത്തുള്ള ഒരു ഭാഗമാണ് നാസോഫാരിങ്സ്. ഫാരിങ്സ് എന്ന് പറഞ്ഞാൽ അപ്പർ ഭാഗമാണ്. ഫാരിങ്സിന്റെ അപ്പർ ഭാഗമാണ് നേസോഫാരിങ്സ്, ലോവർ ഭാഗത്താണ് ലാരിഞ്ചിയോ ഫാരിങ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഫാരിങ്സിൽ നിന്നാണ് ട്രക്കിയയിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി ലാരിങ്സ് എന്താ നോക്കുക. ലാരിങ്സിനെയാണ് വോയിസ് ബോക്സ് എന്ന് പറയുന്നത്.
ഇറ്റ് ഈസ് ദ ലാർജ് അപ്പർ പാർട്ട് ഓഫ് ട്രക്കിയ. ട്രക്കിയയുടെ അപ്പർ ഭാഗത്തിനാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ പ്രൊഡ്യൂസിങ് വോയിസ്. അപ്പോൾ നമുക്ക് വോയിസ് ഉണ്ടാവാനായിട്ട് സൗണ്ട് ബോക്സ് എന്നൊക്കെ പറയും ഈ ലാരിങ്സിന്. അപ്പോൾ വോയിസ് ഉണ്ടാവാനായിട്ട്, വോയിസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ലാരിങ്സ്. ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ കാർട്ടിലേജസ്. കാർട്ടിലേജസ് കൊണ്ടാണ് അത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലാരിങ്സ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഫാരിങ്സ് വിത്ത് എ സ്ലിറ്റ് ലൈക്ക് ഓപ്പണിംഗ് കോൾഡ് ഗ്ലോട്ടിസ് ആൻഡ് ഇറ്റ് ഈസ് ഗാർഡഡ് ബൈ എ കാർട്ടിലേജസ് ലീഫ് ലൈക്ക് ഇലാസ്റ്റിക് ലിഡ് കോൾഡ് എപ്പിഗ്ലോട്ടിക്സ്. അപ്പോൾ ലാരിങ്സിന്റെ അവിടെയായിട്ട് എന്തുണ്ട്? ഗ്ലോട്ടിസ് ഉണ്ട്. ഗ്ലോട്ടിസിനെ ഗാർഡ് ചെയ്തിട്ട് ഒരു എപ്പിഗ്ലോട്ടിസ് ഉണ്ട്. അതായത് ഫുഡ് നമ്മൾ വിഴുങ്ങുന്ന സമയത്ത് ഈ എപ്പിഗ്ലോട്ടിസ് എന്താ ചെയ്യുന്നത്? ക്ലോസ് ചെയ്ത് വെക്കും. ഈ ഗ്ലോട്ടിസിനെ അടച്ചു വെക്കും. എന്തിനാണ്? ലാരിങ്സിലേക്ക് ഫുഡ് പോകാതിരിക്കാൻ വേണ്ടി ആ ഒരു ഗ്ലോട്ടിസിനെ അടച്ചു വെക്കും. ഗ്ലോട്ടിസ് ലീഡ്സ് ടു എ തിൻ വാൾഡ് ലോങ് വൈഡ് ട്യൂബുലർ സ്ട്രക്ചർ കോൾഡ് ട്രക്കിയ ഓർ വിൻഡ് പൈപ്പ്. അപ്പോൾ ഗ്ലോട്ടിസിൽ നിന്ന് എങ്ങോട്ടേക്കാണ്? ട്രക്കിയ അല്ലെങ്കിൽ വിൻഡ് പൈപ്പിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഏറ്റവും പുറമേ ഉള്ളതാണ്, ഏറ്റവും പുറത്ത് എക്സ്റ്റേണൽ നോസ്ട്രിൽസ്, എക്സ്റ്റേണൽ നോസ്ട്രിൽ നിന്ന് നെയ്സൽ ക്യാവിറ്റി, നെയ്സൽ ക്യാവിറ്റിയിൽ നിന്ന് നാസോഫാരിങ്സ്, നാസോഫാരിങ്സിൽ നിന്ന് എങ്ങോട്ടേക്കാണ്? നാസോഫാരിങ്സിലേക്ക് ലാരിങ്സിലേക്ക് പോകുന്നു, ലാരിങ്സിൽ നിന്ന് ട്രക്കിയയിലേക്ക് പോകുന്നു. ലാരിങ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളുടെ വോയിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലാരിങ്സിന്റെ അവിടെ ഗ്ലോട്ടീസ് ഉണ്ട്. ഗ്ലോട്ടീസിനെ പ്രിവെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്ലോട്ടീസിനെ ഗേർഡ് ചെയ്യുന്ന ഒരാളാണ് എപ്പിഗ്ലോട്ടീസ്. അതായത് ഫുഡ് മേലൊക്കെ കയറുമ്പോൾ ഫുഡ് അതിലേക്ക് ലാരിങ്സിലേക്ക് പോകാതിരിക്കാനായിട്ട് എപ്പിഗ്ലോട്ടീസ് ക്ലോസ് ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, ഇനി ട്രക്കിയനെ തന്നെയാണ് വിൻഡ് പൈപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ട്യൂബ് സ്റ്റാർട്ടിങ് ഫ്രം ലാരിങ്സ്. അപ്പോൾ ലാരിങ്സിൽ നിന്ന് വരുന്ന ഒരു ട്യൂബിനെയാണ് ട്രക്കിയ എന്ന് പറയുന്നത്. ഫ്രം ലാരിങ് ത്രൂ ദ നെക്ക് ആൻഡ് thoracic cavity. It is supported by C-shaped cartilaginous ring. അപ്പോൾ ട്രക്കിയ വിൻഡ് പൈപ്പിന്റെ പ്രത്യേകത, വിൻഡ് പൈപ്പിന് ചുറ്റും ഇങ്ങനെ C-shaped cartilaginous റിംഗ് ഉണ്ട്. അത് കൊളാപ്സ് ചെയ്യാനത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കാർട്ടിലേജസ് റിംഗ് ഉള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 bronchi in the thoracic region. അതിനെ 2 ബ്രോങ്കി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രക്കിയനെ വിൻഡ് പൈപ്പിനെ 2 ബ്രോങ്കി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബ്രോങ്കി ആൻഡ് ബ്രോങ്കിയോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ഈച്ച് ലങ് ദ ബ്രോങ്കസ് again redivided into numerous branches called bronchiole. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് 2 ബ്രോങ്കി ഉണ്ട്. ബ്രോങ്കിന്ന് പിന്നെ വരുന്ന ബ്രാഞ്ചസുകളാണ് ബ്രോങ്കിയോൾസ് ആയിട്ട് മാറുന്നത്. ബ്രോങ്കിയോൾസ് എൻഡ് ഇൻ എ വെരി തിൻ ടെർമിനൽ ബ്രോങ്കിയോൾ. ബ്രോങ്കിയോളിന്റെ അവസാനം എന്തുണ്ട്? ടെർമിനൽ ബ്രോങ്കിയോൾസ് ഉണ്ട്. ഇനി എന്താണ് ആൽവിയോളെ? ആൽവിയോളെ അല്ലെങ്കിൽ എയർ സാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലങ്സിന്റെ ഫങ്ഷണൽ യൂണിറ്റ് ആണ് ആൽവിയോളെ എന്ന് പറയുന്നത്. ആൽവിയോളയിൽ വെച്ചിട്ടാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ബിറ്റ്വീൻ എയർ ആൻഡ് ബ്ലഡ്. ബ്ലഡും എയറും തമ്മിൽ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ആൽവിയോളയിൽ വെച്ചിട്ടാണ്. ഇറ്റ് ഇസ് എ ബാക്ക് ലൈക്ക് സ്ട്രക്ചർ അറൈസ് ഫ്രം ഈച്ച് ടെർമിനൽ ബ്രോങ്കിയോൾ. ആ ടെർമിനൽ ബ്രോങ്കിയിൽ നിന്ന് അറൈസ് ചെയ്തിരിക്കുന്ന ഒരു ബാക്ക് ലൈക്ക് സ്ട്രക്ചറാണ് എയർ സാക്സ് അഥവാ ആൽവിയോളെ എന്ന് പറയുന്നത്. ഇനി ലങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പെയർ ഓഫ് ലങ്സ് ഇസ് സിറ്റുവേറ്റഡ് ഇൻ ദ thoracic cavity. thoracic cavity അവിടെ പെയർ ഓഫ് ലങ്സ് ഉണ്ട്. ആൻഡ് ഈ ലങ്സ് കവേർഡ് ചെയ്തിരിക്കുന്ന പ്ലൂറയാണ്. പ്ലൂറയ്ക്ക് ഇടയ്ക്ക് പ്ലൂറൽ ഫ്ലൂയിഡ് ഉണ്ട്. അത് ലങ് സർഫസിനോടുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് പ്ലൂറൽ ഫ്ലൂയിഡ് ഉള്ളത്. ആൻഡ് ഔട്ടർ ലെയർ ഓഫ് പ്ലൂറ ഈസ് അറ്റാച്ച് ടു ദ വാൾ ഓഫ് thoracic cavity. പ്ലൂറയുടെ ഔട്ടർ ലെയർ thoracic cavityയുടെ വാളായിട്ടും ഇന്നർ ലെയർ നമ്മുടെ ലങ് സർഫസ് ആയിട്ടാണ് കോൺടാക്ട് ചെയ്തിരിക്കുന്നത്. ലങ്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ thoracic chamber which is anatomically on air tight chamber. അപ്പോൾ thoracic chamber എന്ന് പറയുന്നത് thoracic chamberലാണ് നമ്മുടെ ലങ്സ് ഇരിക്കുന്നത്. thoracic chamber എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ ഡോർസൽ ഭാഗത്ത്, അതായത് ഡോർസൽ ഭാഗത്ത് എന്ന് പറയുമ്പോൾ പുറം ഭാഗത്ത് വെർട്ടിബ്രൽ കോളം ഉണ്ട്, വെൻട്രൽ ഭാഗത്ത് സ്റ്റേർണം ഉണ്ട്, ലാറ്ററൽ ഭാഗത്ത് റിബ്സ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഈ ഒരു thoracic chamberന് ഉള്ളിലാണ് ഈ ലങ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ സ്റ്റേർണം ഹെൽപ്പ് ചെയ്യും, ബാക്കിൽ വെർട്ടിബ്രൽ കോളം ഉണ്ട്, സൈഡിൽ റിബ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് സുരക്ഷിതമായി ലങ്സ് അതിനുള്ളിൽ ഇരുന്നോളും. അതുകൂടാതെ ലോവർ സൈഡിൽ ഒരു ഡോം ഷേപ്ഡ് ഡയഫ്രോം കൂടി ഉണ്ട്. ഓക്കെ, ഇനി റെസ്പിറേറ്ററി സിസ്റ്റം ഹാസ് 2 പാർട്സ്. ഇപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. കണ്ടക്റ്റിംഗ് പാർട്ടുണ്ട്, എക്സ്ചേഞ്ച് പാർട്ടുണ്ട്. കണ്ടക്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ നോസ്ട്രീസ് മുതൽ ടെർമിനൽ ബ്രോങ്കിയോൾ വരെയുള്ള ഭാഗത്തിനെയാണ് കണ്ടക്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്. ഇനി എക്സ്ചേഞ്ച് പാർട്ട് അഥവാ റെസ്പിറേറ്ററി പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽവിയോള തുടങ്ങി ആൽവിയോളയും അതിൻ്റെ ഡക്ട്സ് ആണ് എക്സ്ചേഞ്ച് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, റെസ്പിറേഷൻ ഇൻവോൾവ് ദ ഫോളോയിങ് സ്റ്റെപ്പ്. റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? ഫസ്റ്റ് ബ്രീത്തിങ് ഓർ പൾമണറി വെന്റിലേഷൻ by which atmospheric air is drawn in and CO2 rich alveolar air is released out. ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾക്ക് എയർ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നു, ഉള്ളിലേക്ക് കയറുന്നു. സെൽസിലുള്ള അല്ലെങ്കിൽ ആൽവിയോളർ എയറിലുള്ള CO2 റിച്ച്
ആൽവിയോളർ എയർ പുറത്തേക്ക് പോകുന്നു. ഗ്യാസസ് ഡിഫ്യൂഷൻ നടക്കുന്നു, ഓക്സിജനും കാർബൺ ഡയോക്സൈഡും തമ്മിലൊരു ഡിഫ്യൂഷൻ നടക്കുന്നു. ഈ ഗ്യാസസിനെ ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് CO2 ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ, യൂട്ടിലൈസേഷൻ ഓഫ് O2 ബൈ ദ സെൽ ഫോർ കാറ്റബോളിക് റിയാക്ഷൻ ആൻഡ് റിസൾട്ടന്റ് റിലീസ് ഓഫ് CO2. അപ്പോൾ നമുക്ക് മെക്കാനിസം ഓഫ് ബ്രീത്തിങ് നോക്കാം. ബ്രീത്തിങ് ഇൻവോൾവ് 2 സ്റ്റേജസ്, 2 സ്റ്റേജസ് ആണ് ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ. ഏതൊക്കെയാണ്? ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. ദ മൂവ്മെന്റ് ഓഫ് എയർ ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ദ ലങ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ എ പ്രഷർ ഗ്രേഡിയൻ ബിറ്റ്വീൻ ലങ്സ് ആൻഡ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ എയർ ഉള്ളിലേക്ക് പോകുന്നതും എയർ പുറത്തേക്ക് പോകുന്നതും, ലങ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും അവിടെ ഒരു പ്രഷർ ഗ്രേഡിയന്റ് വരുമ്പോഴാണ്, ലങ്സും അറ്റ്മോസ്ഫിയറും തമ്മിൽ ഒരു പ്രഷർ ഗ്രേഡിയന്റ് വരുമ്പോഴാണ് ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതും. The pressure gradient is created by the contraction and relaxation of diaphragm, external and internal intercostal muscles between the ribs. അപ്പോൾ ഈ ഒരു പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ടാക്കുന്നത് ഡയഫ്രവും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസുകളും ചേർന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രഷർ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബ്രീത്തിങ് ഇൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ ഇൻ ടു ആൽവിയോളി ഓഫ് ലങ്സ് ഈസ് കോൾഡ് ഇൻസ്പിരേഷൻ. നമ്മളുടെ ലങ്സിലുള്ള ആൽവിയോളുടെ ഉള്ളിലേക്ക് എയർ വരുന്നതിനെയാണ് ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ് മസിൽ കൺട്രാക്ഷൻ. അന്നേരം മസിൽ കൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ് കൺസ്യൂമിങ് മെക്കാനിക്കൽ എനർജി. ഇൻസ്പിരേഷൻ ടേക്ക് പ്ലേസ് വെൻ പ്രഷർ വിത്തിൻ ദ ലങ്സ്, അതായത് ലങ്സിലുള്ള പ്രഷർ, അതായത് ഇൻട്രാ പൾമറി പ്രഷർ കുറവാവുന്ന സമയത്ത്, അന്തരീക്ഷത്തിനേക്കാളും കുറവായാൽ മാത്രമേ അന്തരീക്ഷത്തിൽ നിന്ന് ഉള്ളിലേക്ക് വരുള്ളൂ എയർ. ഓക്കെ, അന്നേരം ഡയഫ്രം കൺട്രാക്ട് ചെയ്യും. ഡയഫ്രം കൺട്രാക്ട് ചെയ്യുമ്പോൾ തൊറാസിക് ചേമ്പറിന്റെ വോളിയം കൂടുന്നുണ്ട്. ഓക്കെ, ആൻഡ് കൺട്രാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ്. ഇനി എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കൺട്രാക്ട് ചെയ്യുമ്പോൾ സംഭവിക്കും, റിബ്സും സ്റ്റേർണത്തിനെ മുകളിലേക്ക് ലിഫ്റ്റപ്പ് ചെയ്യും. അന്നേരവും തൊറാസിക് ചേമ്പറിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. തൊറാസിക് വോളിയത്തിന്റെ വോളിയം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? പൾമണറി വോളിയം ഇൻക്രീസ് ചെയ്യും. പൾമണറി വോളിയം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? പുറത്തുനിന്ന് എയർ ഉള്ളിലേക്ക് ലങ്സിലേക്ക് വരും. അതിനെയാണ് ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്പിരേഷൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇൻസ്പിരേഷൻ്റെ സമയത്ത് ആദ്യം തന്നെ നമ്മളുടെ ഡയഫ്രം കൺട്രാക്ട് ചെയ്യുന്നു. ഡയഫ്രം കൺട്രാക്ട് ചെയ്യുമ്പോൾ തൊറാസിക് ചേമ്പറിന്റെ വോളിയം കുറയുന്നുണ്ട്. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസും കൺട്രാക്ട് ചെയ്യുമ്പോൾ തൊറാസിക് വോളിയം കൂടുന്നുണ്ട്. തൊറാസിക് വോളിയം കൂടുമ്പോൾ പൾമണറി വോളിയം കൂടുന്നു. പൾമണറി വോളിയം കൂടുമ്പോൾ പുറത്തുനിന്ന് എയർ ഉള്ളിലേക്ക് വരുന്നു. ഇതിനെയാണ് ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ഇനി എക്സ്പിരേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലങ്സിൽ നിന്നുള്ള എയർ പുറത്തേക്ക് വിടുന്നു. ബ്രീത്തിങ് ഔട്ട് ഓഫ് യൂസ്ഡ് എയർ ഫ്രം ലങ്സ് ടു ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് എക്സ്പിരേഷൻ. അതൊരു പാസീവ് പ്രോസസ്സാണ്. എക്സ്പിരേഷൻ ടേക്ക് പ്ലേസ് വെൻ ദ ഇൻട്രാ പൾമറി പ്രഷർ ഈസ് ഹയർ. അതായത് ഉള്ളിലെ എയർ കയറി നിറഞ്ഞ് അത്രയും പ്രഷർ കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? പുറത്തേക്ക് എയർ പോകുന്നത്. റിലാക്സേഷൻ ഓഫ് ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽ റിട്ടേൺ ദ ഡയഫ്രം ആൻഡ് സ്റ്റേർണം ടു ദ നോർമൽ പൊസിഷൻ. അപ്പോൾ ഈ ഒരു സമയത്ത്, എക്സ്പിരേഷൻ്റെ സമയത്ത് ഡയഫ്രം ഇന്റർകോസ്റ്റൽ മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ അവരൊക്കെ ഡയഫ്രവും സ്റ്റേർണും ഒക്കെ അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് വരുന്നു. അങ്ങനെ തൊറാസിക് വോളിയം ഒക്കെ കുറയുന്നു, പൾമണറി വോളിയം കുറയുന്നു. അന്നേരം എന്ത് സംഭവിക്കും? വോളിയം കുറയുമ്പോൾ ഇൻട്രാ പൾമണറി പ്രഷർ കൂടും. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? എയർ പുറത്തേക്ക് എക്സ്പെൽ ചെയ്ത് പോകും. ഇനി എന്താണ് സ്പൈറോമീറ്റർ? ദ അപ്പാരറ്റസ് യൂസ് ടു മെഷർ ദ റേറ്റ് ഓഫ് ബ്രീത്തിങ് ഈസ് കോൾഡ് റെസ്പിറോമീറ്റർ ഓർ സ്പൈറോമീറ്റർ. അപ്പോൾ റേറ്റ് ഓഫ് ബ്രീത്തിങ് അളക്കാൻ ഉപയോഗിക്കുന്ന അപ്പാരറ്റസിന്റെ പേരാണ് സ്പൈറോമീറ്റർ അഥവാ റെസ്പിറോമീറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ക്ലിനിക്കൽ അസസ്മെന്റ് ഓഫ് പൾമറി ഫംഗ്ഷൻ. ദ നോർമൽ റെസ്പിറേറ്ററി റേറ്റ് ഇൻ അഡൽട്ട് മാൻ ഈസ് അബൌട്ട് 12 to 16 ടൈം വിത്ത് അബൌട്ട് 10 ലിറ്റർ പെർ മിനിറ്റ്. ഓക്കെ, അടുത്ത ടോപ്പിക് റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റി. ആദ്യം തന്നെ ടൈഡൽ വോളിയം എന്താണെന്ന് നോക്കാം. ദ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. നമ്മൾ സാധാരണ നോർമൽ റെസ്പിറേഷൻ്റെ സമയത്ത് എത്ര വോളിയം ഓഫ് എയർ ഇൻസ്പയർ ചെയ്തു, എത്രത്തോളം എയർ എക്സ്പയർ ചെയ്തു, അതിൻ്റെ ഒരു വോളിയത്തിനെയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ 500 ml ആണ്. ഒരു ഹെൽത്തി മാൻ ക്യാൻ എക്സ്പയർ അപ്രോക്സിമേറ്റ്ലി 6000 to 8000 ml ഓഫ് എയർ പെർ മിനിറ്റ്. ഇനി ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ IRV എന്ന് പറയും. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ എ ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ. അതായത് നമ്മൾ സാധാരണ ശ്വസിക്കണമെങ്കിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് എത്രത്തോളം ഇൻസ്പയർ ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഇങ്ങനെ ഇൻസ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം അഡീഷണൽ വോളിയം ഓഫ് എയർ കിട്ടുന്നുണ്ട്, അതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അത് ഒരു 2500 ml ഒടുങ്ങി 3000 ml ഓഫ് എയർ ആണ്
അതിൻ്റെ കണക്ക്. എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ അഡീഷണൽ വോളിയം ഓഫ് എയർ ഒരു പേഴ്സണിന് എക്സ്പയർ ചെയ്യാൻ പറ്റാതെ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ വഴി എത്രത്തോളം അഡീഷണൽ വോളിയം ഓഫ് എയർ എക്സ്പയർ ചെയ്യാൻ പറ്റും, അതാണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അത് 1000 ml ഒടുങ്ങി 1100 ml ആണ്. ഓക്കെ, അത് പുറത്തേക്ക് വിടണമല്ലോ. മറ്റേതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലുണ്ട്, 2500 ml ഒടുങ്ങി 3000 ml. ഇത് 1000 ml to 1100 ml. ഇനി റെസിഡ്യൂവൽ വോളിയം എന്ന് വെച്ചാൽ എന്താണ്? ദ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിറേഷൻ. നല്ല ഫോഴ്സിൽ നമ്മൾ എയർ പുറത്തേക്ക് വിട്ടിട്ട് ഇനിയും എത്രത്തോളം എയറിന്റെ വോളിയം ഓഫ് എയർ അതിലുണ്ട്, അതാണ് റെസിഡ്യൂവൽ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് വിട്ടത് ഇപ്പം ഫോഴ്സ്ഫുള്ളി നമ്മൾ കളഞ്ഞത് 1000 ml ഒടുങ്ങി 1100 ml ആണെങ്കിൽ ഇത് 1100 ml ഒടുങ്ങി 1200 ml ആണ് റെസിഡ്യൂവൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൈഡൽ വോളിയം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിലുള്ള കണക്ക്, അതൊരു 500 ml ആണ്. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഫോഴ്സിബിൾ ഇൻസ്പിറേഷൻ നടന്നിട്ട് പിന്നുള്ള അഡീഷണൽ വോളിയം ഓഫ് എയർ എത്രത്തോളമാണ് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതെന്ന് അറിയുന്നതാണ്. എക്സ്പിറേറ്ററി റിസർവ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ വോളിയം ഓഫ് എയർ എത്രത്തോളം എക്സ്പയർ ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നതാണ്. റെസിഡ്യൂവൽ വോളിയം എന്ന് പറഞ്ഞാൽ അത്രയും ഫോഴ്സിബിൾ ആയിട്ടുള്ള എക്സ്പിറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ എത്രത്തോളം വോളിയം ഓഫ് എയർ നമ്മളുടെ ലങ്സിലുണ്ട്, അതാണ് റെസിഡ്യൂവൽ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ മാറിപ്പോകരുത്. ടൈഡൽ വോളിയം 500 ml, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത് 2500 ml ഒടുങ്ങി 3000 ml, എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത് 1000 ml ഒടുങ്ങി 1100 ml, റെസിഡ്യൂവൽ വോളിയം എന്ന് പറയുന്നത് 1100 ml ഒടുങ്ങി 1200 ml. ഇനി നമുക്ക് നോക്കേണ്ടത് പൾമണറി കപ്പാസിറ്റി ആണ്. ഇവിടെ വരെ നമുക്ക് അധികം കൺഫ്യൂഷൻ വരില്ല. കുറച്ചും കൂടി കൺഫ്യൂഷൻ വന്നത് പൾമണറി കപ്പാസിറ്റിയുടെ കേസ് പറയുമ്പോഴാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വെൻ എനി 2 or more പൾമണറി വോളിയം കൺസിഡർ ടുഗദർ സച്ച് എ കോമ്പിനേഷൻ ഈസ് കോൾഡ് പൾമണറി കപ്പാസിറ്റി. നമ്മളിപ്പോൾ കുറച്ച് പൾമണറി വോളിയംസുകൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെയാണ്? ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം. ഇങ്ങനെയുള്ള ഈ പൾമണറി വോളിയത്തിൻ്റെ 2 അതിൽ കൂടുതലോ ഉള്ളൊരു കോമ്പിനേഷനെയാണ് പൾമണറി കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ക്ലിനിക്കൽ ഡയഗ്നോസിസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്താ നോക്കാം. ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. അതായത് നമ്മൾ എക്സ്പിറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ എത്രത്തോളം വോളിയം ഓഫ് എയർ പിന്നെ അയാൾക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നു അതറിയണമെങ്കിൽ ദിസ് ഇൻക്ലൂഡ് ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയത്തിനെയാണ്. അപ്പോൾ ടി വി പ്ലസ് IRVനെയാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് നോർമൽ എക്സ്പിറേഷന് ശേഷം എത്രത്തോളം വോളിയം ഓഫ് എയർ അയാൾക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, അതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടി വി പ്ലസ് IRV. എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ ഇൻസ്പിറേഷന് ശേഷം എത്രത്തോളം വോളിയം ഓഫ് എയർ എക്സ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി. അപ്പോൾ ടി വി പ്ലസ് ERV. 2 കേസിലും ടി വി ഉണ്ടെന്ന് ഓർത്താൽ മതി. അപ്പോൾ ടി വി പ്ലസ് IRV, ടി വി പ്ലസ് ERV. ഇനി ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി. ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് എയർ ദാറ്റ് വിൽ റിമെയിൻ ഇൻ ലങ്സ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. സാധാരണ രീതിയിൽ എക്സ്പിറേഷൻ നടത്തി കഴിഞ്ഞിട്ട് എത്രത്തോളം എയർ ലങ്സിലുണ്ട്, അതിനെയാണ് ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എന്താണ് നമുക്കിവിടെ എക്സ്പിറേഷൻ കഴിഞ്ഞിട്ടുള്ളത് എക്സ്പിറേഷൻ ആണല്ലോ കേസ് പറയുന്നത്. നോർമൽ എക്സ്പിറേഷൻ കഴിഞ്ഞിട്ട് എത്രത്തോളം വോളിയം ഓഫ് എയർ ഉണ്ടെന്നല്ലേ. സോ എക്സ്പിറേഷൻ കൂട്ടുക, അതായത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് റെസിഡ്യൂവൽ വോളിയം. മനസ്സിലായോ? അതാണ് ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി. അപ്പോൾ റെസിഡ്യൂവൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ റെസിഡ്യൂവലിനെ കുറിച്ചും പറയണം. അതുകൂടാതെ എക്സ്പിറേഷൻ്റെ കേസ് ആയതുകൊണ്ട് ERVയും വരും. അപ്പോൾ ERV പ്ലസ് RV. മനസ്സിലായോ? അതാണ് ഫങ്ഷണൽ റെസിഡ്യൂവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്, FRC. ഓക്കെ, ഇനി വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. ഫോഴ്സ്ഡ് എക്സ്പിറേഷന് ശേഷം എത്രത്തോളം എയർ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വൈറ്റൽ കപ്പാസിറ്റി VC ഈസ് ഈക്വൽ ടു IRV പ്ലസ് TV പ്ലസ് ERV. ഇപ്പോൾ ഇതിൽ TVയുടെ കൂടെ IRVയും ERVയും വന്നിട്ടുണ്ട്. ഇനി ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വോളിയം ഓഫ് എയർ അക്കോമഡേറ്റഡ് ഇൻ ദ ലങ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ ടോട്ടൽ ലങ് കപ്പാസിറ്റി TLC കാണാനായിട്ട് എന്താ ചെയ്താൽ മതി? ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ IRV പ്ലസ് TV പ്ലസ് ERVയുടെ കൂടെ RVയും കൂടി ചേർക്കുക, റെസിഡ്യൂവൽ വോളിയം കൂടി ചേർക്കേണ്ടി വരും. അതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. അപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ വരും എന്നറിയാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ
ടി വിയുടെ കൂടെ ഇൻസ്പിറേറ്ററി ആണല്ലോ, അപ്പോൾ IRV. എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ടി വിയുടെ കൂടെ ERV, എക്സ്പിറേറ്ററി ആണ്. ഇനി ഫങ്ഷണൽ റെസ്യൂഡിയൽ എന്ന് പറയുമ്പോൾ റെസ്യൂഡിയൽ ഓൾറെഡി വേണം, അപ്പോൾ RV വേണം. പക്ഷെ ഫങ്ഷണൽ റെസ്യൂഡിയൽ എക്സ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഓർത്താൽ മതി, റെസ്യൂഡിയൽ എന്ന് പറയുമ്പോൾ അവിടെ ഉള്ളത്. അപ്പോൾ ഫോഴ്സ്ഫുൾ നോർമൽ എക്സ്പിറേഷന് ശേഷം എത്രത്തോളം എയറുള്ള കേസാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ RVയുടെ കൂടെ ERV എന്നതാണ് ഫങ്ഷണൽ റെസ്യൂഡിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ERV ഉണ്ട്, ERVയും ഉണ്ട്, IRVയും ഉണ്ട്, TVയും ഉണ്ട്. ഓക്കെ, അതായത് ടി വിയുടെ കൂടെ IRVയും ERVനെയാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെന്താണ്, ടി വിയുടെ കൂടെ IRVയും ERVയും കൂടെ RVയും കൂടെ ഉള്ളതാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലങ് കപ്പാസിറ്റി മൊത്തത്തിൽ പറയുമ്പോഴാണ് കുറച്ച് കൂടുതൽ ആൾക്കാർ വരുന്നത്. RV പ്ലസ് ERV പ്ലസ് TV പ്ലസ് IRV. ഓക്കെ, അത് മാറിപ്പോവാതെ ശ്രദ്ധിക്കണം.